ഹലോ ഗായ്സ്, നമ്മൾ ജോഷുവ ജനറേഷൻ ക്യാമ്പിന് വന്നിരിക്കുകയാണ്. അപ്പം കേരള ടീമിൽ ഇത്ര പേരുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ക്യാപ്റ്റൻസി, ദ ലീഡർ ഓഫ് ദ പ്രസിഡന്റ് പാസ്റ്റർ ജിബിൻ. എന്താണ് രണ്ട് വാക്ക് പറയൂ ക്യാമ്പിനെ കുറിച്ച്? Yes, it was a good camp. That's it. എഴുതി ഡയലോഗ് കാണാതെ പറഞ്ഞിരിക്കുന്നു. അതേപോലെ അപ്പം ലിജോയ്ക്ക് എന്താണ് പറയാനുള്ളത് ക്യാമ്പിനെ പറ്റി? ലിജോയ്ക്ക് something please tell me. The worship leader and singer. Tell me. Camp is very wonderful and Today he shake the building. Today he shake people the say, building. എഴുതി വെച്ച ഡയലോഗ് അതേപോലെ നല്ലപോലെ പറയുന്നത്. കീപ് ഗോയിങ്. അപ്പം നമ്മുടെ ആദ്യമായാന്ന് തോന്നുന്നു ഇദ്ദേഹം ഈ സഹോദരൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സഹോദരൻ ആദ്യമായിട്ടാണ് ജോഷി ജനറേഷൻ പങ്കെടുക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മലയാളത്തിൽ പറഞ്ഞാൽ മോനെ ഞാൻ ഡയലോഗ് പറയാം, അവസരം തരാം. മാറിയിരിക്കേ. അല്ല ഈ അവസരം ഇത് നോക്കാം. എങ്ങനെയുണ്ട് ക്യാമ്പിന് വന്ന്? ക്യാമ്പിന് നല്ലൊരു ക്യാമ്പ് കൂടുന്നത്. ഓക്കെ. നമ്മളിവിടെ ഓ മൈ ഗോഡ്. അത് മതിയുടെ ഒരു ക്യാപ്റ്റൻ ആകാൻ. നിനക്ക് അതറിയത്തില്ല. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തു. അതുകൊണ്ട് നമ്മൾ പിടിച്ചിരിക്കുകയാണ്. പിന്നെ സച്ചുവിന് എന്താണ് പറയാനുള്ളത്? Very nice camp. Okay. I was able to come to Australia. Yeah. Already we reached in our This is show our home tour. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ ഹോം ടൂർ ആണ്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഇത് കൂടുതൽ കോമഡി അടിക്കല്ലേ? ഒരു ക്യാമ്പിന് വന്ന ഒറ്റ കോമഡി അടിച്ചാൽ മതി. അത് മുമ്പ് ഇന്നലെ കണ്ട് അടിച്ചായിരുന്നു. അത് ഇനിയും വേണ്ട. ഗൈസ് നമ്മുടെ ക്യാപ്റ്റൻ എൻ്റെ ബ്ലോഗിൽ ഞാൻ ഇങ്ങനെ ഒന്നും പറയാൻ അനുവദിക്കുന്നില്ല. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് എൻട്രി. ഇതാണ് കയറുകയാണ് ഗൈസ്. അപ്പം ഇതുപോലെ ഇത്രയൊക്കെയാണ് ഇത് ഗൈസ്. നോക്കൂ ഇവിടെ. ഓ മൈ ഗോഡ്. ഇതാണ് നമ്മൾ സ്റ്റെപ്പ് കയറിപ്പോയി കഴിഞ്ഞാൽ ആദർശ് ഭായ് അത് ഇങ്ങനെ 8ക്ക് 10ക്ക് കട്ട ഇറങ്ങിയിട്ട്. അപ്പം നല്ല പിക്ചറുണ്ട്. ഇതാണ് നമ്മുടെ കാണാതെ പോയ ആട്ടുകുഞ്ഞായിരുന്നു. അദ്ദേഹത്തിന് കണ്ണ് കിട്ടിയിരിക്കുകയാണ്. എന്താണ് രണ്ട് വാക്ക് പറയാം ക്യാമ്പിനെ പറ്റി പറയാനുള്ളത്? താങ്ക് യു. ഇതാണ്. ഓ മൈ ഗോഡ്. ക്യാമ്പിന് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറ. സൂപ്പർ ആയിരുന്നു. ഇതാണ് റൂം. ഓക്കെ. അടഞ്ഞു കിടന്ന കരകലടി. ഇതാ എന്തൊക്കെയോ മറഞ്ഞ് പ്രസിഡന്റിന്റെ മുറിയിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്തോ ഒളിച്ചിരിക്കുന്നു. നമ്മൾ നേരെ ക്യാമറ വെച്ചപ്പോൾ ഇതിൽ നിന്ന് എന്തോ മാറ്റിയായിരുന്നു. അത് ഈ സാധനത്തിന്റെ അടിയിലുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കിട്ടിയത്. അതായിരിക്കും ഈ പ്രസിഡന്റ് ഇങ്ങനെ മാറ്റുന്നൊരു സാധനം. അപ്പം ഇതൊക്കെയാണ് മിറർ. പിന്നെ ഇത് അയ്യോ എൻ്റെ മുറിയിൽ ഞാൻ എങ്ങനെ എന്ന് ചേർന്നോ എൻ്റെ ദൈവത്തിന്. അപ്പം ബൈ. അപ്പം അടുത്ത കേസ് അടുത്ത റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. സച്ചിൻ്റെ റൂമാണ്. ആദർശ് ഭായ് ഗൈസ്. ഇതാണ് ആദർശ് ഭായിയുടെയും ആൽവിൻ്റെയും ക്രിസ്റ്റിയുടെ റൂം. ഇവരുടെ 3 പേരുടെയും റൂമാണ് ഇത്. കണ്ട അലോങ്കോലമാണ്. അവര് നല്ല നീറ്റായിട്ട് കൊടുത്ത റൂമാണ്. ഇത്രയും വൃത്തികേടാക്കി കാണിച്ചിരിക്കുന്നത്. കാണിക്കുന്നതായിരിക്കും. എന്റെ പച്ചയായ
തുറക്കെ. ഇത് ഇവരുടെ റൂമാണ്. ആൻഡ് നിക്കീസ് റൂം. ആ ഓക്കെ. ലൈറ്റ് ഉണക്ക്. ഇതാണ് ഇവരുടെ റൂം. എൻ്റെ റൂം. ദൈവമേ, ഇതാണ് സറ്റുവിൻ്റെ റൂം. ഇതിനകത്ത് നീറ്റ് കൊള്ളാം, സ്റ്റൈലിഷ് കണ്ണാടിയുണ്ട്. ഇപ്പോൾ ഡ്രസ്സെല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് സച്ചു. ആ ഗൈസ് നോക്കൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ ഈ റൂമിൽ എല്ലാം സെയിം. അപ്പം അടുത്തത് ഗൈസ്, ഇതോടെ എൻ്റെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനൊന്നുമില്ല, എൻ്റെ റൂമിലേക്ക് ഞാൻ കയറ്റത്തില്ല. അപ്പൊ ഗൈസ്, ഇത് എൻ്റെ റൂമാണ്. ഇത് ഞങ്ങളുടെ റൂമാണ്. ലൈറ്റ് അല്ല ഓണാക്കി നമ്മളെ ഇത് ഞങ്ങളുടെ റൂമാണ്. ഞങ്ങളുടെ അവിടെ അവരെക്കാട്ടിലും കുറച്ച് നീറ്റായിട്ടും ഇതൊക്കെ. ഇത് ഇവൻ്റെ യുനോ എല്ലാം കൊള്ളാം. കൊള്ളാം. ഇത്രേ ഉള്ളൂ. നല്ല മിററുണ്ട്. നല്ല മിററാണ്. അപ്പൊ ഗൈസ്, അടുത്ത കെവിന്റെ ഒക്കെ റൂമാണ്. എന്തോ പരിപാടിയായിരുന്നു ഗൈസ് ഇവിടെ. അയ്യോ ഇല്ല, നിക്ക്. നമ്മള് റൂം തുറന്നു വന്നപ്പോ റെയ്ഡിനകത്ത് കിടക്കുന്ന രണ്ടുപേര് ഗൈസ് ഫുൾ വൈബായിരുന്നു ഗൈസ്. അപ്പം ഇതൊക്കെയാണ് കേരള വിശേഷങ്ങൾ. ഇതൊക്കെയായിരുന്നു ഗൈസ്. അപ്പം ഇപ്പം ലാസ്റ്റ് കൊട്ടുകലാശം ഇവിടാണ്. ഇവിടെ കൊട്ടുകലാശം. ഗൈസ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ വ്ലോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സൈനിങ് ഔട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഹലോ ഗൈസ്. അപ്പം നമ്മളെ എന്തുവായിരുന്നു പരിപാടി? അപ്പം നമ്മുടെ ഇന്നത്തെ കൾച്ചർ നൈറ്റ് യൂത്ത് പ്രസിഡന്റിന് എന്താണ് പറയാ രണ്ടുപേർക്കും? പിള്ളേർക്ക് അഭിനന്ദനങ്ങൾ. തട്ട് കീഴടക്കിയ പിള്ളേർക്ക്. ഇതൊക്കെയാണ് ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. അപ്പൊ അമ്മച്ചിക്ക് വയ്യത്, അമ്മച്ചി നടന്നു വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ ഗൈസ് അമ്മച്ചി ഇതാ നവിയിലെ അമ്മച്ചി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് വ്ലോഗാണ് കേട്ടോ? എങ്ങനെയുണ്ടെന്ന് ബർത്ത്ഡേ വിത്ത് സെലിബ്രേഷൻ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് 18ാം വയസ്സിൽ? അപ്പൊ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളായിരുന്നു വിശേഷങ്ങൾ. പിന്നെ ഗൈസ് നോക്കുകയാണെങ്കിൽ അക്ഷാമ്മച്ചി എന്തെങ്കിലും പറ, രണ്ട് വാക്ക് പറ. ബ്ലോഗിൽ പോരാ രണ്ട് വാക്ക് പറ. ഒരു കുറവേ ഞാൻ നോക്കിയിട്ട് കണ്ടുള്ളൂ. ഏറ്റവും മികച്ച പരിപാടിയായിരുന്നു. ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് പറയണോ? ഞാൻ കാണിച്ചു തരാം ഗൈസ്. ദൈവമേ സ്തോത്രം. അമ്മച്ചി നശിച്ചു പോട്ടെ. അപ്പൊ ഗൈസ് ഇങ്ങനെയൊക്കെയാണ്. ഇതാ മേർലിൻ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? രണ്ട് വാക്ക്. അന്ന് ഡിസ്ലൈക്ക് ആണല്ലോ കാണിക്കുന്നത്. പുതിയ
ഓക്കെ. അപ്പം പിന്നെ അപ്പോൾ ഇന്നത്തെ സച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? വെട്ടം കാണുന്നില്ലല്ലോ, മോൻ കാണുന്നില്ല. ഭയങ്കര അടിച്ച് പൊളിച്ച് കഴിച്ചു. ഞങ്ങൾ ഇവിടെ നടത്തിയത് ചവിട്ട് നാടകം പ്ലസ് നാടൻ പാട്ട്, എല്ലാം കൂടെ ചേർത്ത് കലാരൂപമായിരുന്നു. എല്ലാ പൊടിയും ചേർത്തുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ